നിങ്ങള് ആ ഒരു കോംബോ വർക്ക്ഔട്ട് ആയിട്ടുള്ള ഇനി എന്തെങ്കിലും ഫിലിമോ കാര്യങ്ങളൊക്കെ പ്ലാൻ? അങ്ങനെയുള്ള പടങ്ങൾ പ്ലാനിങ്ങിലുണ്ട്. പക്ഷെ അതെല്ലാം എക്സിക്യൂട്ട് ചെയ്ത് വരണമല്ലോ. അപ്പോൾ എൻ്റെ ഒരു തുടക്കമാവട്ടെ കുഞ്ഞൂട്ടൻ, 916 കുഞ്ഞൂട്ടൻ. അതെ, എനിക്ക് തോന്നിട്ട് ഇനിയുള്ള അതേപോലെ തന്നെ ഞങ്ങൾ ഒരുമിച്ചും ത്രൂ ഔട്ട് ഈ സിനിമയിലുണ്ട്. ഞാൻ നോബി കൂട്ടുകാരനായിട്ട് ത്രൂ ഔട്ട് വരുന്നൊരു ക്യാരക്ടറാണ് നോബിയുടെ. അതുപോലെ എൻ്റെ ചേട്ടനായിട്ട് ഷാജു, എൻ്റെ അച്ഛനായിട്ട് കോട്ടയം രമേശേട്ടൻ. പിന്നെ നിയ മാത്രമല്ല, ഒരു നായിക കൂടിയുണ്ട്, അത് ഡയാന ഹമീദാണ്. അങ്ങനെ ഒരുപടി മികച്ച കുറേ കലാകാരികളൊക്കെ ഈ സിനിമയിലുണ്ട്. നോബി ചേട്ടാ പറയൂ ക്യാരക്ടറിനെ പറ്റി. കൂട്ടുകാരനായിട്ടാണ്, അപ്പൊ ത്രൂ ആയിട്ടുണ്ട്. അണ്ണന്റെ കൂടെ എപ്പോഴും ഉണ്ട്. എല്ലാ കുരുത്തക്കേടിനും കൂട്ടു നിൽക്കുന്ന ഒരു കൂട്ടുകാരനായി. കുരുത്തക്കേട് ഇല്ലല്ലേ അങ്ങനെ അങ്ങനെ വലിയ കുരുത്തക്കേടുള്ള ആളല്ല. നല്ല തങ്കപ്പെട്ട പ്യുവർ. അങ്ങനെയുള്ള ആളുടെ സുഹൃത്താകുമ്പോൾ നമ്മളും പ്യുവർ ആയിരിക്കണം. അത് അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ്. ഞാനുണ്ട്, ബിനോയ്, പിന്നെ നമ്മുടെ ഷിനോജ് ഉണ്ടല്ലേ, നമ്മുടെ ഷിനോജ്, അങ്ങനെ കുറെ പേരായിട്ട് കോംബോയാണ്. ഇപ്പൊ വൈഫ് അഡ്വക്കേറ്റ് ആണ്, അപ്പൊ ഈ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചിട്ടൊക്കെ എന്തെങ്കിലും അതിന്റെ ദോഷവശങ്ങളോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിനെ കുറിച്ച് ക്ലാസ് എടുത്തൊക്കെ തരാറുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ ആള് പറയാറുണ്ടോ? ഒരിക്കലില്ല. നമ്മളതിനെപ്പറ്റി ചോദിക്കാറില്ല. എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ പറയാറുണ്ടോ? ഈ സിനിമയിലെ ഇങ്ങനത്തെ ക്യാരക്ടറിന് ഇങ്ങനെ അങ്ങനെയൊക്കെ പറയാറുണ്ടോ? ലോൺ അടയുക അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ അതില് കറക്ഷൻ ചെയ്യാൻ നിന്ന് നമ്മൾ വീട്ടിലിരിക്കും. നമുക്ക് തരുന്ന കാര്യം ഒന്നാമത് ഇത്രയും ആർട്ടിസ്റ്റുകളുള്ളൊരു മേഖലയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി തന്നെ. ചെറുതാണ്, അവിടെ തന്നെ ഇത്രയും ആർട്ടിസ്റ്റുകളുണ്ട്. ഓരോ ദിവസം ഓരോ ആർട്ടിസ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ആർട്ടിസ്റ്റിനെ തന്നെ വേണമെന്നൊന്നും ഒരു നിർബന്ധമില്ല ഇവിടെ. ആ മേഖലയിലാണ് നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മേഖല മത്സരിക്കില്ല, അവിടെ ഒരു വേഷം കിട്ടുന്ന തന്നെ വലിയ കാര്യമാണ് ഇപ്പം, അല്ലേ? സത്യമാണ്. ഇന്ന് ഒരു സ്റ്റാർ വേണമെന്നില്ല. പുതിയൊരു ആർട്ടിസ്റ്റിനെ വെച്ചൊരു പടം ചെയ്തത് വിജയിച്ചാൽ അയാൾ സ്റ്റാറായി. ഇപ്പം എൻ്റെ കാര്യം തന്നെ നോക്കും, നമ്മളിപ്പം ജോക്കർ തൊട്ടിട്ട് ഇൻഡസ്ട്രിയിൽ വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏതാണ്ടൊരു 25 വർഷത്തിനടുത്ത്. അപ്പോൾ ഇതിൽ വരെ പ്രധാന നമുക്ക് ആഘോഷിക്കണം. 25 വർഷമായി. 25ാം വർഷത്തിൽ നിൽക്കുന്ന ഒരു സമയത്തുള്ളൊരു പ്രധാന വേഷത്തിൽ വരുന്നൊരു സിനിമയാണ് 916. അപ്പോൾ അതിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ ഭാഗ്യമാണ്. നോബി പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഒരു എന്താ പറയുക, വളരെ ചെറുതായിട്ടുള്ള എന്നാൽ ഇപ്പോൾ വലുതായിക്കൊണ്ടിരിക്കുന്ന വലുതായ ഒരു ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ നമ്മളത്. അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെ എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇത്രയും പ്രാധാന്യമുള്ള വേഷങ്ങളിലൂടെ കടന്നു വരാൻ പറ്റിയത് അതൊരു വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കരുതുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു സ്നേഹമുണ്ടല്ലോ, നമ്മുടെ സപ്പോർട്ട്, അതുതന്നെയാണ് അതിന് പിന്നിലുള്ള ഏറ്റവും വലിയൊരു കാര്യമായിട്ട് കരുതുന്നത്. ഇപ്പൊ ഈ ഫിലിമിലെ പാട്ട് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മധുചേട്ടനും നാരായണ ഗോപനുമായിട്ട് പാടിയത്. പിന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇറക്കിയത് മോഹൻലാലേട്ടനായിരുന്നു. ടൈറ്റിൽ ലോഞ്ച്. ഓക്കെ, അതിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാര്യങ്ങളൊന്നും പറയാം. അതായത് ഈ ടൈറ്റിൽ ലോഞ്ചിനെ പറ്റി തന്നെ പറയാം. പ്രത്യേകിച്ച് ലാലേട്ടനോട് വലിയ താങ്ക്സ് പറയണം. കാരണം ഇങ്ങനെ ഒരു കുഞ്ഞു സിനിമയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഒരു പ്രാധാന്യം തന്നിട്ട് നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ചേർത്ത് പിടിക്കാൻ അദ്ദേഹം ഒരു മനസ്സ് കാണിച്ചതും. ടിനിയാണ് ലാലേട്ടൻ്റെ അടുത്ത് പോയി പറഞ്ഞത് ഇങ്ങനൊരു പടമുണ്ട് ചേട്ടന് ഇതൊന്ന് വെച്ച്. അതിനുവേണ്ടി സമയം കണ്ടെത്തി വളരെ കൃത്യതയോടുകൂടി അദ്ദേഹം വന്ന് അത് ചെയ്തു തന്നതും. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതിൻ്റെ ടൈറ്റിലോ പോസ്റ്റർ ചാക്കോച്ചനും അതുപോലെ ഉണ്ണി മുകുന്ദനുമായിരുന്നു. അതെനിക്ക് തോന്നുന്നത് നമ്മളെ ഒന്നുമില്ല, എല്ലാവരുടെയും ഒരു വലിയ സപ്പോർട്ട് എനിക്കുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ കുഞ്ഞു സിനിമയ്ക്കൊപ്പം ഉണ്ട്. അപ്പോൾ അതൊരു വലിയൊരു കാര്യമായിട്ട് കരുതുന്നുണ്ട്. കാരണം അവരുടെയൊക്കെ ഒരു ചേർത്ത് പിടിക്കൽ, കരുതലൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഇപ്പോൾ ഈ പാട്ടിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ, പാട്ട് എനിക്കൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യം, ഞാൻ ചെയ്തിട്ടുള്ള സിനിമകളിൽ പ്രധാന വേഷം ചെയ്ത സിനിമകൾ ഇപ്പോൾ അത്ഭുതദ്വീപാണെങ്കിലും ബിഗ് ഫാദർ ആണെങ്കിലും, ഇപ്പോൾ ഈ ലാസ്റ്റ് നിൽക്കുന്ന ഇളയരാജ എന്ന് പറയുന്ന സിനിമയുണ്ട്, അതിൽ മനോഹരമായ കുറേ പാട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ 916 കുഞ്ഞൂട്ടൻ, അതിലും 2 പാട്ടേ ഉള്ളെങ്കിലും വളരെ മികച്ച പാട്ടുകളാണ്. അത് അവർ ആ പാട്ട് ആദ്യത്തെ പാട്ട് റിലീസ് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് പേര് വളരെ സന്തോഷത്തോടു കൂടി അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ സിനിമയും ആകട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ്. അപ്പോൾ ഞാനൊരു ടാസ്ക് തരട്ടെ നോബ് ചേട്ടാ, കുറച്ച് പേരെ പറ്റി പൊക്കി പറയണം. അജയൻ ചേട്ടൻ, ടിനി ചേട്ടൻ, നിയ ആൻഡ് ഡയാന. അജയൻ ചേട്ടൻ ആദ്യം പറയാം. കാര്യം ഞാൻ കോമഡി ഷാറ്റ്സ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലാണ് വന്നത്. അതിനകത്ത് ജഡ്ജായിരുന്നു. ടിനി ചേട്ടൻ അതിൽ ജഡ്ജായിരുന്നു. അങ്ങനല്ല, ആ ഒരു സംഭവം പറഞ്ഞാൽ
അപ്പോൾ അന്ന് നമ്മളൊരു സ്കിറ്റ് പഠിച്ചിട്ട് ഇത് പെർഫോം ചെയ്യണ ഇവരുടെ ഫ്രണ്ടിലാണ്. കാര്യം ഇപ്പോൾ ഇവർ സീനിയർ അല്ലേ, ഇവരുടെ ഫ്രണ്ടിൽ നമ്മൾ പെർഫോം ചെയ്ത് ഇവർ വേണം വിലയിരുത്താൻ. അന്ന് ഈ കോമഡി ഷോസൊക്കെ നടക്കുന്ന സമയത്ത് ആൾക്കാർ ഇത് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും ഇല്ലല്ലോ, ഇന്ന് കണ്ടെന്നേ ഉള്ളൂ. അന്ന് ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓഡിയൻസ് ഉണ്ടായിരുന്നു ആ ശനിയും ഞായറും. കാര്യം നമുക്കറിയാം അന്ന് ഞങ്ങൾക്ക് ടെൻഷനാണ്. കാര്യം ഞങ്ങൾക്ക് മാർക്ക് കുറഞ്ഞാൽ പിറ്റേന്ന് ഞങ്ങളെ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പം നമ്മൾ മാക്സിമം ഇത് നന്നാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കും. അപ്പോൾ ഇവർ മുമ്പിൽ കാര്യം മാർക്ക് വേണമെന്ന് നന്നാവണം, കാര്യം നമുക്ക് രക്ഷപ്പെടണം. കാര്യം നമ്മളെ ഫ്രണ്ടിലുള്ള ഒരു തുറുപ്പ് ചീട്ടാണല്ലോ. അപ്പം നമ്മൾ ഇവരെ ഫ്രണ്ടിൽ പെർഫോം ചെയ്യണം. അപ്പം അന്ന് നമ്മൾ പെർഫോം ചെയ്ത സമയത്ത് ഞങ്ങളെ ജഡ്ജ് ചെയ്തവരാണ്. അപ്പം അന്ന് ആ ഒരു ബഹുമാനം ഒക്കെ ഇന്നും ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു. അപ്പം അവരോട് അഭിനയിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യം ഇല്ലേ. അത് ത്രൂ ഔട്ട് അണ്ണൻ്റെ കൂടെയുള്ളൊരു ക്യാരക്ടർ. നീയെ പറ്റി പറയുകയാണെങ്കിൽ മലയാള സിനിമയിൽ തന്നെ ഇങ്ങനെ ഒരു നടി ഉണ്ടോ പല സമയത്തും നമ്മൾ അതിശയിച്ചു പോകും. അതായത് എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യം. കാര്യം നമുക്കറിയാൻ പറ്റും. കാര്യം എത്ര ഈ സിനിമ നടക്കുന്ന സമയത്ത് ഹിന്ദിയിൽ നിന്ന് വിളിച്ചു പോയിട്ടില്ല. ഒന്ന് പറ റിയാക്ഷൻ. തമിഴിൽ നിന്ന് വിളിച്ച് പോയിട്ടില്ല. കറക്റ്റ് നമ്മൾ ഹിന്ദിയിൽ നിന്ന് വിളിച്ചത് ആരാണെന്ന് നോക്കണം. വെളിയിൽ കമ്പിളി കൊണ്ടുവന്നൊരു ഹിന്ദിക്കാരെ, തമിഴിൽ നിന്ന് വിളിച്ചത് ആരും നോക്കണം. അവലും കൊണ്ടുവന്നൊരു അണ്ണാച്ചി, എല്ലാവരും ക്യാറ്റിൻ്റെ വട വിളിച്ചിട്ട് സിനിമയെ ശ്രദ്ധിച്ച് അത്രയും ശ്രദ്ധയോടെ അഭിനയിച്ച ഒരു നായിക. പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിച്ചോ, അതായത് ഇപ്പോൾ നോബി പറഞ്ഞല്ലേ ഞങ്ങൾ ജഡ്ജ് ചെയ്ത സംഭവങ്ങൾ, അത് ഈ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ കൃത്യമായിട്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള കാര്യം പറഞ്ഞു. ഇപ്പുറത്തേക്ക് വന്നപ്പോഴാണ് ടാസ്കിലേക്ക് പുള്ളി കയറിയത്. പിന്നെ അതിനകത്ത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഇതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് പറയേണ്ട ഒരു കാര്യമുണ്ട്. നോബിയെ പോലെ തന്നെ ഞാനും ടിനിയൊക്കെ ഇരുന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ ജഡ്ജ്മെൻറ്റ് പറയാൻ പറ്റില്ല, ആ ജഡ്ജിൻ്റെ സീറ്റിലിരുന്നുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. ആ സമയത്ത് ഞങ്ങളൊക്കെ ഇരിക്കുമ്പോൾ ഇവരൊക്കെ വളരെ ഫ്രീ ആണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഇതുണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. ഈ സ്കിറ്റും കാര്യങ്ങളൊക്കെ അവരെ വിമർശിക്കുകയും അവരെ നിർത്തി പൊരിക്കുന്നതിനൊക്കെ അപ്പുറത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഇത്. ഭയങ്കര സന്തോഷമാണ്. കാരണം നോബി ആണെങ്കിലും അതുപോലെ തന്നെ എൻ്റെ പടത്തിലൂടെ നിർമ്മൽ വന്നത്, നിർമ്മൽ പാലാഴി, നിർമ്മൽ, ഹരീഷ് കണാരനൊക്കെ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ പെർഫോം ചെയ്ത് സാജു നവോദയ, ഇവരൊക്കെ അസീസ് മലയാള സിനിമയിലെ മികച്ച താരങ്ങളായിട്ട് മാറി വളരെ ബിസിയായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇത് ശരിക്കും ഞാൻ നോബിയൊന്നും പോകും. അപ്പോഴും ഇവർ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കുന്നുണ്ടല്ലോ നമ്മളോട്, അത് വലിയൊരു സന്തോഷമാണ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കും അതൊരു ഭയങ്കര എന്താ പറയുന്നത് ഒരു വലിയൊരു അനുഭവമായിട്ട് മാറുന്നുണ്ട്. അല്ല കാര്യം നമ്മുടെ തുടക്കമാണ്. നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ തലത്തിൽ നമ്മൾ തീർന്നു. ഒരിക്കലും വേദനിപ്പിച്ചിട്ടില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കാൻ നമ്മൾ ഇപ്പം ഇങ്ങനെ നിൽക്കുന്നവരും, അത് വലിയൊരു കാര്യമാണ്. പിന്നെ അവർക്ക് അർഹതപ്പെട്ടത് തന്നെ അവർക്ക് കൊടുക്കുകയും ചെയ്യും, കിട്ടിയിട്ടുണ്ട്. അതിനകത്തൊന്നും നമുക്ക് നമ്മുടെ ആൾ അല്ലെ അങ്ങനെ ഇങ്ങനെയൊന്നും ഒന്നുമില്ല.